മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്തായിരുന്നു? ഒരു ഓർഗനൈസേഷനിലെ ഫണ്ട് അല്ലേ, ഫണ്ട് പ്രോപ്പറായിട്ട് അതിനെ കണ്ടെത്തുക, കളക്ട് ചെയ്യുക, പ്രൊക്യൂർ ചെയ്യുക, അതുപോലെ തന്നെ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ഡിസിഷനാണ് അല്ലെ, ഈ ഒരു കോൺസെപ്റ്റാണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലേ. ഫണ്ട് പ്രോപ്പറായിട്ട് പ്രൊക്യൂർ ചെയ്യുക, അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ മാനേജ്മെന്റും കാര്യങ്ങളും പ്ലാനിങ്, ഓർഗനൈസിങ് എല്ലാം എവിടെ വരും? ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരും. നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനുള്ളത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവും വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവും. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവും വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവും. അപ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏതാണ്? വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ്. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? ബൈ ഇൻക്രീസിംഗ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ അല്ലേ. ഷെയർസിന്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന വഴി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അതാണ് നമുക്ക് എവിടെ അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പ്രധാനപ്പെട്ട 3 ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 പ്രധാനപ്പെട്ട ഫിനാൻസിങ് ഫങ്ഷൻസ് ഉണ്ട്. ആ 3 ഫങ്ഷൻസ് ആണ് ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, പ്രധാനപ്പെട്ട 3 ഫിനാൻസിങ് ഡിസിഷൻ അല്ലെ ഫിനാൻസിങ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഫിനാൻസിങ് ഡിസിഷൻ, സെക്കൻഡ് വൺ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷനിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഏതൊക്കെ സോഴ്സിൽ നിന്നും നമുക്ക് ഫണ്ട് കണ്ടെത്താം അല്ലേ? ഏതൊക്കെ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫണ്ട്, ലോങ് ടേം സോഴ്സ് ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, അതുപോലെ ഓണേഴ്സ് ഫണ്ട് ഉണ്ട്, ബോറൗഡ് ഫണ്ട് ഉണ്ട്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് സോഴ്സസിൽ നിന്നും നമ്മൾ ഫണ്ട് കണ്ടെത്തുക. ആ ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫണ്ട് ആണ് എവിടെ വരുന്നത്? ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലോ നമ്മൾ ഇങ്ങനെ കണ്ടെത്തിയ ഫണ്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അതിന്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ, നമ്മൾ എവിടെ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലേ. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോങ് ടേം ഡിസിഷൻസും ഉണ്ട്, ഷോർട്ട് ടേം ഡിസിഷൻസും ഉണ്ട്. ഫിക്സഡ് അസറ്റിൽ അല്ലെങ്കിൽ ലോങ് ടേമിലേക്കാണ് നമ്മൾ ആ കണ്ടെത്തിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയും അല്ലേ. അതേസമയം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് അസറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നും പറയും. ഓക്കെ, ഇപ്പൊ ഫിനാൻസിങ് ഡിസിഷൻ എന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സോഴ്സസ് ഓഫ് ഫണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനോ അവിടെ 2 ഡിസിഷൻസ് വരുന്നുണ്ട്. ലോങ് ടേമും ഉണ്ട്, ഷോർട്ട് ടേമും ഉണ്ട് അല്ലേ. ലോങ് ടേം അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. മൂന്നാമത്തെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് ഏത്? ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഏതാണ്? ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ? എന്താണ് ഡിവിഡൻഡ്? അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഡിവിഡൻഡ് എന്ന് നോക്കാം. ഡിവിഡൻഡിന്റെ മീനിങ് എന്താണ്? Dividend is that part of the profit of a company which is distributed among the shareholders in proportion to the shares held by them. ഇല്ലേ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നുമാണ് എന്ത് കൊടുക്കേണ്ടത്? ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നുമാണ് എന്ത് കൊടുക്കേണ്ടത്? ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി. ആർക്കാണ് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ. നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങുന്നവരാണ് ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ നമ്മുടെ കമ്പനിയുടെ ആരാണ്? ഓണേഴ്സ് ആണ്. അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് എന്ത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് എന്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ്
profit of a company which is distributed among the shareholders in proportion to shares held by them. ഓരോ ഷെയർ ഹോൾഡേഴ്സും എത്രത്തോളം ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും അവർക്ക് എന്ത് കിട്ടുന്നത്, ഡിവിഡൻഡ് കിട്ടുന്നത്, ഇല്ലേ? അപ്പൊ ഷെയറിന്റെ റിട്ടേൺ ആണ് ഡിവിഡൻഡ്. ഓരോ ഷെയർ ഹോൾഡേഴ്സും എത്രത്തോളം ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും അവർക്ക് എന്ത് കിട്ടുക, ഡിവിഡൻഡ് കിട്ടുക. ഓക്കെ, അപ്പൊ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ്, ആ പോയിന്റ് മറക്കരുത്. കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിലേ എന്ത് കിട്ടുകയുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. അപ്പൊ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ എന്ത് കിട്ടുകയുള്ളൂ, ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. The term dividend refers to the portion of profit after tax. Okay, ഇത് മറക്കല്ലേ, ടാക്സിന് ശേഷം, ടാക്സ് പർപ്പസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. അപ്പൊ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണോ കൺസിഡർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഡിവിഡൻഡ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ഈ ഡിവിഡൻഡ് ആർക്കുള്ളതാണ്, ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അപ്പൊ ഡിവിഡൻഡിന്റെ മീനിങ് ക്ലിയർ ആയല്ലോ. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആണ് എന്ത്, ഡിവിഡൻഡ്. ഓക്കെ, ഏത് പ്രോഫിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഡിവിഡൻഡിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ റിസർവ്. കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവിൽ നിന്നും, കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവിൽ നിന്നും കിട്ടുന്ന എന്താണ്, ഒരു പോർഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് എന്ത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ റിസർവിൽ നിന്നോ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു വിഹിതമാണ് എന്ത്, ഡിവിഡൻഡ്. ഓക്കെ, ഇനി ഡിവിഡൻഡ് പോളിസി എന്താണെന്ന് നോക്കാം. ഡിവിഡൻഡ് ക്ലിയർ ആയല്ലോ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലാഭത്തിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആണ്. ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഡിവിഡൻഡ് പോളിസി? അത് ഓരോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരും ഓരോ ഡിവിഡൻഡ് പോളിസി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ, അവർക്ക് കിട്ടുന്ന, ഒരു ഫേമിന് കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ടോട്ടലി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവോ, ടോട്ടലി അവരിന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുവോ, അതോ അതിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യുമോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ ആണ് ഇത്, ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഡിവിഡൻഡ് പോളിസി എന്ന് നമുക്ക് നോക്കാം. It determines the ultimate distribution of firm's earning between retention and cash dividend payment of shareholders. രണ്ട് കാര്യങ്ങൾ തമ്മിലാണ് ഇവിടെ ഒരു ഒപ്റ്റിമൈസേഷൻ വരേണ്ടത്. എന്തൊക്കെയാണ്? കിട്ടുന്ന പ്രോഫിറ്റ് എത്രത്തോളം നമ്മൾ റിറ്റെയിൻ ചെയ്യണം, റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, എത്രത്തോളം നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ ആണ് എന്ത്, ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, എത്രത്തോളം പ്രോഫിറ്റ് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. Dividend policy means the practice that management follows in making dividend payout decision. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഡിസിഷൻ ആണ് ഡിവിഡൻഡ് പേ ഔട്ട് ഡിസിഷൻ. നമുക്ക് കിട്ടുന്നത് ഫുൾ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബിസിനസ്സിന്റെ ഫ്യൂച്ചർ ഗ്രോത്തിനോ എക്സ്പാൻഷനോ ഒന്നും കാണത്തില്ല. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യാൻ നോക്കും, കുറച്ച് ഫണ്ട് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ ഡിവിഡൻഡ് പേ ഔട്ട് എങ്ങനെ ആയിരിക്കണം, റിട്ടൻഷൻ എങ്ങനെ ആയിരിക്കണം, ഇത് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഇവിടെ വേണ്ടത്, ഈ ഒരു ഡിവിഡൻഡ് പോളിസിയിൽ വേണ്ടത്. ദ സൈസ് ആൻഡ് പാറ്റേൺ ഓഫ് ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ ടൈം ടു ഷെയർ ഹോൾഡേഴ്സ്. ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വേണം, അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വേണം. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് പോളിസിയിൽ എന്താണ് ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ടത്, എത്രത്തോളം പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എത്രത്തോളം പ്രോഫിറ്റ് ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം, ഇല്ലേ, റീറ്റെയിൻ ചെയ്യണം, റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് വെക്കണം. അതാണ് എന്ത്, ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ എന്ന് പറയുന്നത്. In other words, dividend policy is the firm's plan of action
ഒരു ഫേമിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫേംസ് പ്ലാൻ ഓഫ് ആക്ഷൻ ടു ബി ഫോളോഡ് വെൻ ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ മെയ്ഡ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അവര് ഫോളോ ചെയ്യേണ്ടതാണ്. അവർ ഡിവിഡൻഡ് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ഇറ്റ് ഈസ് എ ഫേസ്റ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് ദ ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച് ഓഫ് ഏർണിംഗ്സ് ടു പേ ഔട്ട് ആസ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആയിട്ട് എത്രത്തോളം രൂപ കൊടുക്കണം, അതുപോലെ തന്നെ എത്രത്തോളം എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഡിവിഡൻഡ് എത്രത്തോളം കൊടുക്കണം, എത്രത്തോളം റീഇൻവെസ്റ്റ് ചെയ്യണം. ഈ രണ്ട് ടേം മനസ്സിലാക്കിയാൽ മതി. എത്രത്തോളം ഡിവിഡൻഡ് കൊടുക്കണം, എത്രത്തോളം ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് പോളിസി മസ്റ്റ് ബി ഇവാലുവേറ്റഡ് ഇൻ ലൈറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം. ഓരോ കമ്പനിക്കും ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. ഓരോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഒബ്ജക്റ്റീവ്സിൽ നിന്നുകൊണ്ട് വേണം അവരെന്ത് ചെയ്യാൻ, ഡിവിഡൻഡ് ഡിസിഷൻസ് എടുക്കാൻ. ഓക്കെ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒബ്ജക്റ്റീവിൽ നിന്ന് അവർ പോകാൻ പാടില്ല, വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഓരോ ഫേംസിന്റെ അല്ലെങ്കിൽ ഓരോ കമ്പനിയുടെ ഒബ്ജക്റ്റീവിൽ നിന്നുകൊണ്ട് വേണം അവരെന്ത് ചെയ്യാൻ, ആ പോളിസി ഡിസിഷൻ എടുക്കാൻ. ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, ആ ഒരു ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുമ്പം അത് എങ്ങനെയുള്ള ഡിസിഷൻ ആയിരിക്കണം? ടു മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദ ഫേം. ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, എങ്ങനെയാണ് അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എത്രത്തോളം വാല്യുബിൾ ആണ്, എത്രത്തോളം പ്രൂഡന്റ് ആണ് അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു കമ്പനിയുടെ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡിവിഡൻഡ് ഡിസിഷൻ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ സിംപ്ലി ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച് ഓഫ് പ്രോഫിറ്റ് ഈസ് റിറ്റൈൻഡ് ഇൻ ദ ബിസിനസ് ആൻഡ് ഹൗ മച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ്. എത്രത്തോളം പ്രോഫിറ്റ് നമ്മൾ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനാണ് ഏത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഡിവിഡൻഡ് എന്താണെന്നും മറ്റൊന്ന് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്നും. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ ആഫ്റ്റർ ടാക്സ് ഉള്ള പ്രോഫിറ്റ് ആണ്, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. കാരണം ആ ഒരു കമ്പനിക്ക് എത്രത്തോളം ഫണ്ട് അവർ റീറ്റെയിൻ ചെയ്യണം, ആഫ്റ്റർ ടാക്സ് ഉള്ള പ്രോഫിറ്റിൽ നിന്നും എത്രത്തോളം അവർ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഈ ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, അതായത് ഡിവിഡൻഡ് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കും? ഡിവിഡൻഡ് കൊടുക്കും. ആ ഡിവിഡൻഡ് ഏതൊക്കെ രൂപത്തിലാവാം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ബാലൻസ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിവിഡൻഡ് ആർ ബേസ്ഡ് ഓൺ ദ ഫോം ഇൻ വിച്ച് ദേ ആർ പെയ്ഡ്. നമ്മൾ ഏതിന്റെ ബേസിസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്? ഏത് രൂപത്തിലാണ് അവർക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്? ഓക്കെ, ദ ഫോം ഇൻ വിച്ച് ദേ ആർ പെയ്ഡ്, ഏത് ഫോമിലാണ് കൊടുക്കുന്നത് അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഒരു 9 തരത്തിലുള്ള എന്തുണ്ട്? ഡിവിഡൻഡ് ഉണ്ട്. നമുക്ക് നോക്കാം. ക്യാഷ് ഡിവിഡൻഡ്, ബോണസ് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്, ഇന്ററിം ഡിവിഡൻഡ്, ആനുവൽ ഡിവിഡൻഡ്, സ്പെഷ്യൽ ഡിവിഡൻഡ്, റെഗുലർ ക്യാഷ് ഡിവിഡൻഡ്, സ്ക്രിപ്പ് ഡിവിഡൻഡ് ആൻഡ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. നമ്മൾ ഇവിടെ നോക്കുന്നത് പ്രധാനമായിട്ടും ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ്. നമുക്ക് ഏതൊക്കെ തരത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാം, ക്യാഷ് ആയിട്ട് മാത്രമല്ല ഡിഫറെന്റ് ഫോംസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻഡ് പേ ചെയ്യാം ഷെയർ ഹോൾഡേഴ്സിന്. ആ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡിവിഡൻഡ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു 9 ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഏതാണ്? ക്യാഷ് ഡിവിഡൻഡ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഏതാണ്? ക്യാഷ് ഡിവിഡൻഡ് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എങ്ങനായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്? ക്യാഷിൽ നിന്ന്, ക്യാഷ് ഫോമിലായിരിക്കും. ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ഫോമിലായിരിക്കും എന്ത് കൊടുക്കുന്നത്? ഡിവിഡൻഡ് കൊടുക്കുന്നത്. കമ്പനീസ് മോസ്റ്റ്ലി പേ ഡിവിഡൻഡ് ഇൻ ക്യാഷ്. ഡിവിഡൻഡ് ഏത് ഫോമിലാണ്?
ക്യാഷ് ഫോമിലാണ് കൊടുക്കുന്നത്. എ കമ്പനി ഷുഡ് ഹാവ് എനഫ് ക്യാഷ് ഇൻ ഇറ്റ്സ് ബാങ്ക് അക്കൗണ്ട് വെൻ ക്യാഷ് ഡിവിഡൻഡ് ആർ ഡിക്ലെയർഡ്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ക്യാഷ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത് എന്ന് കമ്പനി തീരുമാനിക്കുവാണെങ്കിൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ, അതായത് കമ്പനിക്ക് എനഫ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അവർക്ക് പ്രോഫിറ്റ് ഇല്ലാതെ, ലാഭമില്ലാതെ, അവരുടെ കയ്യിൽ ക്യാഷ് ബാലൻസ് ഇല്ലാതെ എന്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല? ക്യാഷ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ കമ്പനി ഡിവിഡൻഡ് ക്യാഷ് ഫോമിലാണ് കൊടുക്കുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ നോക്കേണ്ട ഒരു പ്രധാനമായിട്ടും അവർ നോക്കേണ്ട കാര്യം എന്താണ്? എനഫ് ക്യാഷ് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, എനഫ് ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ ആസ് ക്യാഷ് ഡിവിഡൻഡ്. ഓക്കെ, ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനഫ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കണം. If it does not have enough cash balance, agreement should be made to borrow fund. ഇല്ലേ, എനഫ് ക്യാഷ് ബാലൻസ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു? അവർ ഫണ്ട് ബോറോ ചെയ്യുന്നു, ഡെറ്റിനെ ആശ്രയിക്കുന്നു. When the company follows a stable dividend policy, it should prepare a cash budget for the coming period to indicate the necessary fund which would needed to meet the regular dividend payments of the company. കമ്പനിയുടെ റെഗുലർ ഡിവിഡൻഡ് പേയ്മെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട്, കമ്പനിയുടെ റെഗുലർ ഡിവിഡൻഡ് പേയ്മെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? കമ്പനി ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുക. എന്താണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ? അതായത് എല്ലാ വർഷവും നമ്മൾ ഒരു സ്ഥിരമായിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങ് കമ്പനി സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് പ്രിപ്പയർ ചെയ്യണം? നമ്മൾ ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. എല്ലാ വർഷവും ഇത്ര ഡിവിഡൻഡ് വീതം കൊടുക്കും എന്ന് നമുക്കറിയാം എങ്കിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് അറിയാൻ പറ്റും, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇത്രത്തോളം ഫണ്ട് നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യുന്നു, ഇത്രത്തോളം എക്സ്പെൻഡിച്ചർ വരും, അല്ല ഇത്രത്തോളം ഇൻകം നമ്മുടെ ബിസിനസ്സിലേക്ക് വരും എന്നുള്ള ഒരു ബഡ്ജറ്ററി ഫിഗർ അല്ലേ ക്യാഷ് ബഡ്ജറ്റ്. അപ്പൊ ആ ക്യാഷ് ബഡ്ജറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം നമുക്ക് പേ ഓഫ് ചെയ്യേണ്ടി വരും, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. It is relatively difficult to make cash planning in the anticipation of dividend need when an unstable dividend policy is followed. നമ്മുടെ കമ്പനി സ്ഥിരമായിട്ട് ഒരു ഡിവിഡൻഡ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്യാഷ് ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഡിവിഡൻഡ് എസ്റ്റിമേഷൻ ഒക്കെ നടത്താം. പക്ഷേ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോളിസിയാണ് നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുൻകൂട്ടി ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എന്തിന്റെ ഫോമിൽ കൊടുക്കുന്നു? ക്യാഷിന്റെ ഫോമിൽ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ക്യാഷ് ഡിവിഡൻഡ്. ഇല്ലേ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനഫ് ക്യാഷ് ബാലൻസ്, അതായത് എനഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്ന ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. എങ്ങനെ ആ ഒബ്ലിഗേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാന്ന് അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാം. പക്ഷെ അൺസ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്ന ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിഫിക്കൽട്ട് ആണ്. The cash account and the reserve account of a company will be reduced when cash dividend is paid. ഇല്ലേ, ക്യാഷിന്റെ രൂപത്തിലാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇല്ലേ, ക്യാഷ് ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ക്യാഷ് അക്കൗണ്ടും റിസർവ് അക്കൗണ്ടും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതറിയാമല്ലോ, നമ്മൾ ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ബാലൻസ് കുറയും. Thus, both the total asset and the net worth of the company are reduced. അല്ലേ, നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റ് അല്ലേ? ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ്. അപ്പൊ ക്യാഷിന്റെ അല്ലെ, ക്യാഷ് കുറയുമ്പോൾ നമ്മുടെ അസറ്റ് എന്ത് ചെയ്യാണ്? കുറയുകയാണ്. അപ്പൊ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും ടോട്ടൽ അസറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ടോട്ടൽ അസറ്റ് കുറയുമ്പോൾ ടോട്ടൽ നെറ്റ്വർത്തും കുറയുന്നു. ഓക്കെ, ക്യാഷ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അസറ്റിൽ എന്ത് സംഭവിക്കുന്നു? കമ്പനിയുടെ ടോട്ടൽ അസറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റും നെറ്റ്വർത്തും എന്ത് ചെയ്യുകയാണ്? റെഡ്യൂസ് ചെയ്യുകയാണ്. The market price of the share drops in most cases by the amount of cash dividend distributed. Okay, അതുവഴി നമ്മുടെ കമ്പനിക്ക് ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്ന വഴി നമ്മുടെ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കുറയാനുള്ള ചാൻസും ഉണ്ട്. കാരണം നമ്മുടെ നെറ്റ്വർത്ത് കുറയുകയാണ്. ഓക്കെ,
അപ്പം ടൈപ്സ് ഓഫ് ഡിവിഡൻഡിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയത് ഏതാണ്? ക്യാഷ് ഡിവിഡൻഡ് ആണ്. ക്യാഷ് ഡിവിഡൻഡ് സിംപ്ലി എന്താണ്? ഡിവിഡൻഡ് എന്തിന്റെ ഫോമിൽ കൊടുക്കുന്നു? ക്യാഷിന്റെ ഫോമിൽ കൊടുക്കുകയാണെങ്കിൽ അതാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, അതായത് സ്ഥിരമായിട്ട് അവർ ഒരു ഡിവിഡൻഡ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഡിവിഡൻഡ് കൊടുക്കാം. അൺസ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്ന ഫേമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡിവിഡൻഡ് കൊടുക്കാൻ കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട്, അതായത് ഡിവിഡൻഡ് ക്യാഷിന്റെ ഫോമിലാണ് കൊടുക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നു, ക്യാഷ് ബാലൻസ് കുറയുന്നു, ടോട്ടൽ അസറ്റ് കുറയുന്നു, അത് നെറ്റ് വർത്തിനെ ബാധിക്കുന്നു. ഓക്കെ, കമ്പനിയുടെ നെറ്റ് വർത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെറ്റ് വർത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ക്യാഷ് ഡിവിഡൻഡ് മനസ്സിലായല്ലോ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് നമ്മൾ ഏത് ഫോമിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബോണസ് ഷെയർ. ഓക്കെ, ബോണസ് ഷെയറിന്റെ രൂപത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഡിവിഡൻഡ് കൊടുക്കാം. ബോണസ് ഷെയറിനെ നമുക്ക് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നും അറിയപ്പെടും കേട്ടോ. ബോണസ് ഷെയറിനെ നമ്മൾ എന്തെന്ന് അറിയപ്പെടും? സ്റ്റോക്ക് ഡിവിഡൻഡ്. ഓക്കെ, ബോണസ് ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഷെയർ തന്നെ ആയിട്ട് എന്ത് കൊടുക്കുന്നു? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണമല്ലോ. ആ ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുത്താൽ നമ്മൾ പറഞ്ഞു ക്യാഷ് ഡിവിഡൻഡ് ആണ്. ക്യാഷിന് പകരം ഷെയർ ആയിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതാണ് എന്ത്? ബോണസ് ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ഡിവിഡൻഡ്. ഓക്കെ, an issue of bonus share is the distribution of shares free of cost to the existing shareholders in India. Okay, existing shareholders. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡിന് പകരം എന്ത് കൊടുക്കുന്നു? ഷെയർസ് കൊടുക്കുന്നു. In India, bonus shares are issued in addition to the cash dividend and not in lieu of cash dividend. ഇന്ത്യയിൽ ക്യാഷിന് പകരമല്ല, ക്യാഷിനോടൊപ്പം, ഇല്ലേ? ഇൻ അഡീഷൻ ടു ദ ക്യാഷ് ഡിവിഡൻഡ് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? എക്സ്ട്രാ ഷെയർ കൂടി ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ക്യാഷിന് പകരമല്ല. ഓക്കെ, ഇൻ ലിയു ഓഫ് ക്യാഷ് ഡിവിഡൻഡ്, ക്യാഷിന് പകരമല്ല, ക്യാഷ് ഡിവിഡൻഡിന് പകരമല്ല, ഇൻ അഡീഷൻ ടു ക്യാഷ് ഡിവിഡൻഡ് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഷെയർസ് ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാറുണ്ട്. The total Hence, companies in India may supplement cash dividend by bonus issue. Issuing bonus share increases the number of outstanding shares of the company. ഇല്ലേ? വീണ്ടും നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയറിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടുന്നു. വീണ്ടും നമ്മൾ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഷെയറിന്റെ എണ്ണം, ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. The bonus shares are distributed proportionally to the existing shareholder. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവർ ഓൾറെഡി ഹോൾഡ് ചെയ്തേക്കുമല്ലോ ഷെയർസ്, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. Hence there is no dilution of ownership. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവർ ഹോൾഡ് ചെയ്തേക്കുന്ന ഷെയർസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും എന്ത് കൊടുക്കുന്നത്? ബോണസ് ഷെയർ. അതുകൊണ്ട് തന്നെ അവിടെ ഓണർഷിപ്പ് ഡൈല്യൂഷൻ ഒന്നും നടക്കുന്നില്ല. The declaration of bonus share will increase the paid up share capital and reduce the reserve and surplus. അപ്പോൾ നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഉള്ള എഫക്റ്റ് എന്തായിരുന്നു? നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റും നെറ്റ് വർത്തും കുറയും, ഇല്ലേ? അതുപോലെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എഫക്റ്റ് എന്താണ്? കമ്പനിയുടെ പേഡ് അപ്പ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനും റിസർവ്സ് ആൻഡ് സർപ്ലസ് കുറയ്ക്കാനും ആണ് അതിന്റെ എഫക്റ്റ്. ഓക്കെ, ബോണസ് ഷെയർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഡ് അപ്പ് ക്യാപിറ്റൽ കൂടാനും റിസർവ് ആൻഡ് സർപ്ലസ് കുറയാനും കാരണമാവുന്നു. ദ ടോട്ടൽ നെറ്റ് വർത്ത്, അതായത് പേഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ് എന്ത്? ടോട്ടൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പേഡ് അപ്പ് ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസ് കൂടെ ചേരുന്നതാണ് കമ്പനിയുടെ ടോട്ടൽ നെറ്റ് വർത്ത്. ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ബോണസ് ഇഷ്യൂ. ഇൻ ഫാക്ട്,
A bonus issue represent a recapitalization of reserves and surplus. അതായത് നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്നും നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇനി എഫക്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒന്നും സമയമില്ല. നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് അത് കൊടുക്കുന്നത്. അവർക്ക് ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമ്മുടെ എന്ത് ചെയ്യുന്നേ ഉള്ളൂ? ഇൻക്രീസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഷെയർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് വെൻ ദ ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്? ഫസ്റ്റ് വൺ, ടാക്സ് ബെനിഫിറ്റ്. ഓക്കെ, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവാറുണ്ട്? ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇൻകം ടാക്സ് പർപ്പസിന് നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഒരു ടാക്സ് റിലാക്സേഷൻ കിട്ടാറുണ്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ. വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ റിസിപ്റ്റ് ഓഫ് ബോണസ് ഷെയർ ഈസ് ദ ബെനിഫിഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫ് സച്ച് ഡിവിഡൻഡ് വിത്ത് റിഗാർഡ് ടു ഇൻകം ടാക്സ്. ഓക്കെ, ഇൻകം ടാക്സ് പർപ്പസിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ബെനിഫിറ്റ് കിട്ടാറുണ്ട്. സെക്കൻഡ് വൺ, ഇൻഡിക്കേഷൻ ഓഫ് ഹയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഒരു കമ്പനി വീണ്ടും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അവർക്ക് ഹയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇല്ലേ? ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഈസ് നോർമലി ഇന്ററപ്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഹയർ പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ഹയർ അവർക്ക് ഭാവിയിൽ അത്രയും ഷെയർ കിട്ടുകയാണ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പൊ ഫ്യൂച്ചറിൽ നമ്മുടെ കമ്പനിക്ക് ഹയർ പ്രോഫിറ്റ് ഉണ്ടാവുമ്പം അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അപ്പൊ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്? ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്യൂച്ചറിൽ എന്ത് കിട്ടും? ഒരു ഹയർ പ്രോഫിറ്റ് കിട്ടും. ഈ ഹോൾഡ് ചെയ്തേക്കുന്ന ഷെയറിനും അവർക്ക് എന്ത് കിട്ടും? ഇനി ഡിവിഡൻഡ് കിട്ടും. ഫ്യൂച്ചർ ഡിവിഡൻഡ് മേ ഇൻക്രീസ് ഇല്ലേ? ഷെയർ ഹോൾഡേഴ്സിന് ഭാവിയിൽ കിട്ടുന്ന ഫ്യൂച്ചർ കിട്ടുന്ന ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇഫ് എ കമ്പനി ഹാസ് ബീൻ ഫോളോയിങ് എ പോളിസി ഓഫ് പേയിങ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആസ് ഷെയർ and continues it after the declaration of the bonus issue, total cash dividend of the shareholders will increase in the future. Already shareholdersine കുറച്ച് ഷെയർ ഉണ്ട്. ബോണസ് ഷെയർ വഴി അവർക്ക് എന്ത് കിട്ടുന്നു? ഷെയർ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫ്യൂച്ചർ ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അടുത്താണ് സൈക്കോളജിക്കൽ വാല്യൂ. The declaration of the bonus issue may have a favorable psychological effect on the shareholders. അതായത് ഷെയർ ഹോൾഡേഴ്സിന് തോന്നും അല്ലെ, നമ്മളോട് അത്രയും ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടായത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ബോണസ് ഷെയർ തന്നത് ഇല്ലേ? അവർക്ക് ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് അവിടെ ഉണ്ടാവുന്നു. ബോണസ് ഷെയർ റിസീവ് ചെയ്യുമ്പം അവർ എന്താണ്? gives them a chance to sell the shares to make capital gain without impairing their principal investment. They also associate it with the prosperity of the company. കമ്പനിയുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഇത് അനുമാനിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഫ്യൂച്ചറിൽ ഒരു ഹൈ പ്രോഫിറ്റ് കിട്ടുന്നു ഇല്ലേ? ഹൈ ഡിവിഡൻഡ് കിട്ടുന്നു. ഇറ്റ് ഇൻവോൾവ്സ് എ സൈക്കോളജിക്കൽ വാല്യൂ. പ്രധാനപ്പെട്ട രണ്ട് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞു. രണ്ട് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഏതാണ്? ക്യാഷ് ഡിവിഡൻഡും ബോണസ് ഷെയറും. ബോണസ് ഷെയറിന്റെ മറ്റൊരു പേരാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഡൻഡ് ക്യാഷിന്റെ ഫോമിൽ കൊടുക്കുന്നു. അത് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റിനെയും നെറ്റ്വർത്തിനെയും കുറയ്ക്കുന്നു. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു ക്യാഷ് ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നു? ഷെയർ കൂടി ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് എന്ത് കൊടുക്കുന്നത്? ഇൻ അഡീഷൻ ടു ക്യാഷ് ബോണസ് ഷെയർ കൂടി എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ടൈപ്പ് ആണ് സ്പെഷ്യൽ ഡിവിഡൻഡ്. ഓക്കെ, തേർഡ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് സ്പെഷ്യൽ ഡിവിഡൻഡ്. ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് കമ്പനി ഡിക്ലെയർ സ്പെഷ്യൽ ഡിവിഡൻഡ്. ഓക്കെ, കമ്പനിക്ക് എന്തെങ്കിലും തരത്തില് അബ്നോർമൽ പ്രോഫിറ്റ്സ് ഒക്കെ അബ്നോർമൽ പ്രോഫിറ്റ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് അവർ സ്പെഷ്യൽ ഡിവിഡൻഡ് എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്യും. ഓക്കെ, കമ്പനിക്ക് അബ്നോർമൽ ആയിട്ടുള്ള കുറച്ച് പ്രോഫിറ്റ്സ് കിട്ടി, ഹയർ പ്രോഫിറ്റ്സ് കിട്ടി. അപ്പൊ എന്ത് കൊടുക്കുന്നു? ഷെയർ ഹോൾഡേഴ്സിന് ഒരു സ്പെഷ്യൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നു. അപ്പൊ സ്പെഷ്യൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് കമ്പനി ഡിക്ലെയർ സ്പെഷ്യൽ ഡിവിഡൻഡ് ആൻഡ് ജനറലി കമ്പനി ഡിക്ലെയർ സ്പെഷ്യൽ ഡിവിഡൻഡ് ഇൻ കേസ് ഓഫ് അബ്നോർമൽ പ്രോഫിറ്റ്സ്. ഓക്കെ, അപ്പൊ ത്രീ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞു. ക്യാഷ് ഡിവിഡൻഡ്,
ബോണസ് ഷെയർ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിവിഡൻഡ്. അടുത്തയാണ് ആനുവൽ ഡിവിഡൻഡ്. ആനുവൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? When annually company declares and pay dividend is defined as annual dividend. ആനുവലി എല്ലാ വർഷവും ആനുവലി എന്ത് ചെയ്യുന്നു? കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു, ഡിവിഡൻഡ് കൊടുക്കുന്നു. അതാണ് ഇത് ആനുവൽ ഡിവിഡൻഡ്. ഇനി ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ബിറ്റ്വീൻ, ഓക്കെ, ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്ന ഫൈനൽ ഡിവിഡൻഡിന് മുന്നേ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് ഇത് ഇന്ററിം ഡിവിഡൻഡ്. ഡ്യൂറിംഗ് ദ ഇയർ എനി ടൈം കമ്പനി ഡിക്ലെയർസ് എ ഡിവിഡൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇന്ററിം ഡിവിഡൻഡ്. ഓക്കെ, കമ്പനിയുടെ ഒരു ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ എന്താണ് എനി ടൈം എന്ത് ചെയ്യാം? അവർക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ജനറൽ മീറ്റിംഗ് അല്ലെ എന്താണ്, ഇൻ ബിറ്റ്വീൻ ഡിക്ലെയറിംഗ് ഫൈനൽ ഡിവിഡൻഡ് അവർക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അതാണ് ഇന്ററിം ഡിവിഡൻഡ്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ഡിവിഡൻഡ് എന്താണ്? കമ്പനി അബ്നോർമൽ പ്രോഫിറ്റ്സ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അതാണ് സ്പെഷ്യൽ ഡിവിഡൻഡ്. ആനുവലി കൊടുക്കുവാണെങ്കിൽ, ആനുവലി ആണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതാണ് ആനുവൽ ഡിവിഡൻഡ്. ഇൻ ബിറ്റ്വീൻ അല്ലെ, അതായത് ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് ഇന്ററിം ഡിവിഡൻഡ്. അടുത്താണ് റെഗുലർ ക്യാഷ് ഡിവിഡൻഡ്. ഇതും എന്താണ്? ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ സെമി ആനുവലി, ആനുവലി ഒക്കെ ക്യാഷിന്റെ രൂപത്തിൽ റെഗുലർ ആയിട്ടായിരിക്കും. എല്ലാ വർഷവും ക്വാർട്ടർലി അല്ലെങ്കിൽ എല്ലാ വർഷവും മന്ത്ലി അങ്ങനെ കൊടുക്കുന്ന ഡിവിഡൻഡ് ആണ് ഇത് റെഗുലർ ക്യാഷ് ഡിവിഡൻഡ്. ഓക്കെ, റെഗുലർ ക്യാഷ് ഡിവിഡൻഡ്. അല്ലെങ്കിൽ അടുത്തയാണ് എന്ത്? സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രോമിസ് ആണ്, അവിടെ കൊടുക്കുന്നില്ല. അവിടെ ഒരു പ്രോമിസറി നോട്ടായിട്ട്, ഒരു പ്രോമിസറി നോട്ടിന്റെ ഫോമിൽ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏത്? സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോമിസറി നോട്ടിന്റെ രൂപത്തിൽ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അതാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. ദീസ് ആർ പ്രോമിസസ് ടു മേക്ക് ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അവിടെ ഡിവിഡൻഡ് കൊടുത്തില്ല, കമ്പനിക്ക് ചിലപ്പോൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ക്യാഷ് കാണില്ല. അങ്ങനെയുള്ള സമയത്ത് അവർ എന്ത് കൊടുക്കുന്നു? ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഞങ്ങൾ എന്ത് തന്നോളാം? ഡിവിഡൻഡ് തന്നോളാം എന്നുള്ള ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. Instead of paying the dividend now, the firm elects to pay it on the some later date. Okay, അതായത് ഇപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാതെ ഒരു ലാറ്റർ ഡേറ്റ്, അതായത് ഫ്യൂച്ചർ ഡേറ്റിൽ എന്ത് തരാം? ഡിവിഡൻഡ് തരാം എന്നൊരു പ്രോമിസ് കൊടുക്കുകയാണ്, ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുകയാണ്. The script issued to stockholders is merely a special form of promissory note or notes payable. Okay, ആ സ്ക്രിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു പ്രോമിസറി നോട്ടിനെയാണ് ആ ഒരു സ്ക്രിപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി അവിടെ ഡിവിഡൻഡ് പേ ചെയ്യുന്നില്ല, ഡിവിഡൻഡ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ പേ ചെയ്യാം എന്നൊരു പ്രോമിസറി നോട്ട് അവർ എന്ത് ചെയ്യുകയാണ്? ഇഷ്യൂ ചെയ്യുകയാണ്. ഓക്കെ, റെഗുലർ ക്യാഷ് ഡിവിഡൻഡ് എന്താണ്? മന്ത്ലി, ക്വാർട്ടർലി അല്ലെങ്കിൽ ആനുവലി എങ്ങനെയാണോ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് അതാണ് എന്ത്? റെഗുലർ ക്യാഷ് ഡിവിഡൻഡ്. അടുത്താണ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. അടുത്താണ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. These dividend are those which reduce paid in capital. It is a pro-rata distribution of cash or properties to stockholders as part of the dissolution of a business. നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാൻ പോവുകയാണ്? വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതായത് ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡിവിഡൻഡ് ആണ് എന്ത്? ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അവർ നമ്മുടെ കമ്പനിയിലേക്ക് നിക്ഷേപിച്ച ക്യാപിറ്റലിന് റേഷ്യോ ബേസിസിൽ അല്ലെങ്കിൽ അന്നേരം നമ്മുടെ കമ്പനിയുടെ ഉള്ള പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണ്. ആ അറ്റ് എ ടൈം, ലിക്വിഡേറ്റിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ സമയത്ത് കൊടുക്കുന്ന ഡിവിഡൻഡ് ആണ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. അടുത്താണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഓക്കെ, ക്യാഷ് അല്ലാതെ മറ്റേത് അസറ്റിന്റെ രൂപത്തിലും നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷിന്റെ രൂപത്തിലല്ലാതെ മറ്റ് അസറ്റിന്റെ രൂപത്തിൽ കൊടുക്കുന്നതാണ് എന്ത്? പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ദീസ് ഡിവിഡൻഡ്സ് ആർ പേയബിൾ ഇൻ അസറ്റ്സ് ഓഫ് ദ കോർപ്പറേഷൻ അതർ ദാൻ ക്യാഷ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഏതായിരുന്നു? ക്യാഷ് ഡിവിഡൻഡ് അല്ലേ? ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എന്തിന്റെ രൂപത്തിൽ കൊടുക്കുന്നു? ക്യാഷിന്റെ ഫോമിൽ കൊടുക്കുന്നു.
ഡിവിഡൻഡ് ക്യാഷിന്റെ ഫോമിൽ കൊടുക്കുകയാണെങ്കിൽ അതാണ് ക്യാഷ് ഡിവിഡൻഡ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ക്യാഷ് ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് കൊടുക്കാം? ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കാം. അൺസ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്ന ഫേമിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ക്യാഷ് പ്ലാനിങ് എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു പ്രോസസ് ആയിരിക്കും. ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കുമ്പം നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റിനെയും നെറ്റ്വർത്തിനെയും അത് എന്ത് ചെയ്യുകയാണ്? റെഡ്യൂസ് ചെയ്യുകയാണ്, ഇല്ലേ? സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് നമ്മൾ പഠിച്ചത്, ബോണസ് ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ഡിവിഡൻഡ്. നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡിന് പകരം എന്ത് കൊടുക്കുന്നു? എക്സസ് ആയിട്ട് ക്യാഷ് ഡിവിഡൻഡ് ചിലപ്പോൾ പകുതി എന്ത് കൊടുക്കാം? ക്യാഷ് ആയിട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് എന്തായിട്ട് കൊടുക്കുന്നു? ഷെയറിന്റെ രൂപത്തിൽ കൊടുക്കുന്നു. അത് അവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും ടാക്സ് അഡ്വാൻറ്റേജും ഒക്കെ അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു. ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, അവരുടെ ഭാവിയിൽ അവർക്ക് കിട്ടുന്ന ഡിവിഡൻസ് കൂടുന്നു, അല്ലെ? ഇൻക്രീസസ് സൈക്കോളജിക്കൽ വാല്യൂ, സൈക്കോളജിക്കൽ എഫക്റ്റും ഉണ്ടാവുന്നുണ്ട്. തേർഡ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് സ്പെഷ്യൽ ഡിവിഡൻഡ്. എന്തെങ്കിലും അബ്നോർമൽ പ്രോഫിറ്റ് നമ്മുടെ കമ്പനി നേടുന്ന സിറ്റുവേഷനിൽ, ഓക്കെ, നമുക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെയിൽ നടന്നു അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടി, ആ ഒരു സമയത്ത് കമ്പനി എന്ത് ചെയ്യാറുണ്ട്? സ്പെഷ്യൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അടുത്ത എല്ലാ വർഷവും ആനുവലി നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് ആണ് ആനുവൽ ഡിവിഡൻഡ്. അതുപോലെ തന്നെ ഫൈനൽ ഡിവിഡൻഡ് എന്ന് ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നമ്മൾ കൊടുക്കുന്ന ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ഡിക്ലെയർ ചെയ്യുന്ന, അതായത് ഒരു വർഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എനി ടൈം എന്ത് ചെയ്യാം? കമ്പനിക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ആ ഒരു ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അടുത്താണ് റെഗുലർ ക്യാഷ് ഡിവിഡൻഡ്. നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി, ആനുവലി എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു. അതാണ് റെഗുലർ ക്യാഷ് ഡിവിഡൻഡ്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്താണ്? സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, ഇവിടെ ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നില്ല, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുക്കാമെന്നൊരു പ്രോമിസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? ഒരു ലാറ്റർ ഡേറ്റിൽ ഞങ്ങൾ ഡിവിഡൻഡ് തരാം എന്നൊരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ അതാണ് ഏത്? സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. അടുത്ത ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനി ഡിസോൾവ് ചെയ്യുകയാണ്, ലിക്വിഡേറ്റ് ചെയ്യുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്, ആ ഒരു ടൈമിൽ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. ആൻഡ് ലാസ്റ്റ് ഏതാണ്? പ്രോപ്പർട്ടി ഡിവിഡൻഡ് ആണ്. കമ്പനിയുടെ ക്യാഷ് അല്ലാതെ, ക്യാഷിന്റെ ഫോമിലല്ലാതെ മറ്റേത് അസറ്റിന്റെ രൂപത്തിലും ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏത്? പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഡിവിഡൻഡിന്റെ മീനിങ്, ഇല്ലേ? ഡിവിഡൻഡ് എന്താണ്? ഡിവിഡൻഡ് പോളിസി എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്? ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ ആണ് എന്ത്? ഡിവിഡൻഡ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ഡിവിഡൻഡ് ഡിസിഷൻ. എത്രത്തോളം നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മുടെ ബിസിനസ്സിൽ തന്നെ നമ്മൾ നിലനിർത്തണം, റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് ഇത് ഡിവിഡൻഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഓഫ് എ കമ്പനി. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു 9 ടൈപ്പ് ഓഫ്, അല്ലെ, ഡിവിഡൻഡ് പഠിച്ചു. ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് ഡിവിഡൻഡ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും ഷെയറിന്റെ രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ ബോണസ് ഷെയർ, ലിക്വിഡേറ്റിംഗ് ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ, അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുകയാണെങ്കിൽ ഇന്ററിം ഡിവിഡൻഡ്, ഇല്ലേ? അതുപോലെ ക്യാഷ് അല്ലാതെ മറ്റ് പ്രോപ്പർട്ടി അസറ്റിന്റെ രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി ഡിവിഡൻഡ്. റെഗുലർ മന്ത്ലി, ക്വാർട്ടർലി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ റെഗുലർ ക്യാഷ് ഡിവിഡൻഡ്, അല്ലേ? ഏതെങ്കിലും ടൈമിൽ നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഡിവിഡൻഡ്. അപ്പം ഇതെല്ലാം ഈ ഒരു ടൈപ്സ് ഓഫ് ഡിവിഡൻഡും ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.